നൃപൻ തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നുണ്ട്. നൃപൻ, ഇന്നിപ്പോൾ കോഴിക്കോട് നിന്ന് കുട്ടനാണ് അവിടെ കോഴിക്കോട്ട് എടുത്തിട്ടുള്ള ഇപ്പോഴത്തെ നടപടികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നൽകിയത്. ആ നടപടികൾ ഫലപ്രദമാണോ, ശക്തമാണോ, പാളിച്ചകളില്ലാത്ത വിധം മുൻകാലത്തിൻ്റെ തുടർച്ചയിൽ തന്നെ പോകുന്നതാണോ എന്നൊക്കെ വിലയിരുത്താൻ പോകുന്ന മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. അങ്ങനെ തന്നെ ആവണം. ഒരു തരത്തിലും ഒരു വീഴ്ചയും എങ്ങും ഉണ്ടാകാത്ത വിധം ശക്തമായി നിപ്പയെ നമ്മൾക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പ് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകണം. ആ സംവിധാനത്തിനും നിർദ്ദേശങ്ങൾക്കും ഒപ്പം നിൽക്കേണ്ടത് നാടിൻ്റെ ഉത്തരവാദിത്വവുമാണ്. അത് നമുക്ക് ശീലവുമുള്ളതാണ്. നമ്മളെ ആ നിലയിൽ ആ ശീലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് നൃപൻ, നമുക്കത് അറിയാവുന്നതാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കുന്നത്? ഉന്നതതല യോഗം ചേരുന്നുണ്ടോ? ആരോഗ്യ വിദഗ്ധരും മെഡിക്കൽ സംവിധാനങ്ങളുമൊക്കെ കോഴിക്കോട് നിന്ന് കിട്ടുന്ന വിവരങ്ങളെ പൂർണ്ണമായും അനലൈസ് ചെയ്ത് അസസ് ചെയ്ത് വിലയിരുത്തി അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ മാധ്യമങ്ങൾക്ക് അത്തരം വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ ആരോഗ്യവകുപ്പ്? തീർച്ചയായും ശരത്ത്, കോഴിക്കോട് നിന്ന് കുട്ടൻ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജാഗ്രതാ നടപടികളെ സംബന്ധിച്ച് സമഗ്രമായ വിശദാംശങ്ങളാണ് വി കുട്ടൻ അവിടെ നിന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ശരത്ത് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർ നടപടികളാണ്. അത് ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ പറഞ്ഞതാണ്. ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. മിക്കവാറും രാവിലെയാണ് ചേരുക. അതിൻ്റെ സമയം ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഒപ്പം തന്നെ DMEയും ഒപ്പം ഈ പറഞ്ഞ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഓൺലൈനായി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വകുപ്പ് സെക്രട്ടറിമാർ ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് വിദഗ്ധർ അടക്കം ഇതിൽ ഉൾപ്പെടുത്താനുണ്ട്. ഒപ്പം തന്നെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായി ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്ന ഈ സംഘത്തെ കൂടി ഈ ഓൺലൈനായി ഈ യോഗത്തിൽ പങ്കെടുക്കും. നിലവിലുള്ള സ്ഥിതികൾ, ഇതുവരെയുള്ള സ്ഥിതിഗതികൾ ഇന്നത്തെ രാവിലത്തെ ചേരുന്ന യോഗത്തിൽ ആരോഗ്യമന്ത്രി തന്നെ ബ്രീഫ് ചെയ്യും. അതിനനുസരിച്ചുള്ള തുടർ നടപടികളെ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും ഇന്ന് തീരുമാനിക്കുക. ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. നേരത്തെ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ മുൻപ് നമ്മൾ ഇതിനെ അതിജീവിച്ച മാർഗങ്ങളുണ്ട്. അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായി ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു ഭാഗത്ത് കടുത്ത നല്ല മഴയാണ്, ഷിഗല്ല ഒരു ഭാഗത്ത്, ഒപ്പം തന്നെ നിപ്പ വരുന്നു, ഒപ്പം ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പാളി എന്ന അഭിപ്രായം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആകെ ഡെങ്കിപ്പനികളുടെ സ്ഥിരീകരിച്ചതിന് 1,20,000 പേരുടെ ആകെ പനി സ്ഥിരീകരിച്ചു. അതിൽ 600 പേർക്ക് അതിലധികം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം 2,400 പേർ ഇപ്പോഴും അത് നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഒരു ഭാഗത്ത് അതുണ്ട്. ഷിഗല്ലയുടെ കാര്യവും അങ്ങനെയാണ് നിലനിൽക്കുന്നത്. ഒപ്പമാണ് നിപ്പ കൂടി പെട്ടെന്ന് സ്ഥിരീകരിക്കുന്ന സ്ഥിതി വന്നത്. അതുകൊണ്ട് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ജാഗ്രതയോടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ട മണിക്കൂറുകളാണ് അടുത്ത മണിക്കൂറുകൾ. അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് ഇതിൻ്റെ നിപ്പയുടെ സമ്പർക്ക പട്ടിക അളവ് കൂടുതലാണ്. അതൊരു ആശങ്കാജനകമായ അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി സമ്പർക്കപ്പെട്ട ആളുകൾക്ക് ഇനി രോഗം സ്ഥിരീകരിച്ചാലാണ് ഇത് കൈവിട്ടു പോവുക. അതിനുള്ള ജാഗ്രത നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ശരത്, ഏതായാലും വലിയ ഉത്തരവാദിത്തമാണ് ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച്, അതുപോലെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് എന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ തങ്കപ്പൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ കാട്ടാനയോട് വനം മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞത് ഭരണം മാറിയത് കാട്ടാനെ അറിഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോൾ ഈ നിപ്പ വൈറസും കേരളത്തിൽ ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ലല്ലോ എന്നെങ്ങാനും ആരോഗ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കളയുമോ എന്നൊരു ആശങ്ക, നിപ്പ പോലെ തന്നെ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട് എന്നതുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ആരോഗ്യ നിരീക്ഷണങ്ങളൊക്കെ, ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട മികവുറ്റ നിരീക്ഷണങ്ങൾ, 30 ഡിഗ്രി ചൂടിൽ കൊറോണ വൈറസൊക്കെ അങ്ങ് ചത്തൊടുങ്ങിപ്പൊക്കോളുമെന്നൊക്കെ ഇദ്ദേഹം നേരത്തെ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ നിന്ന് കറങ്ങുന്നുണ്ട്. ഇതുമൊക്കെ ആളുകൾ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ വഴിക്കാണോ അദ്ദേഹം മുമ്പ് മുന്നോട്ട് വെച്ച ചികിത്സാ പദ്ധതിയുമായിട്ടാണോ പോകുന്നത്, അതോ നിപ്പയ്ക്ക് നാട് വിജയിപ്പിച്ചെടുത്ത പദ്ധതിയെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നൊരു ചോദ്യമൊക്കെ ആളുകൾ അതിശക്തമായി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ശരത്ത്, നമുക്ക് സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നത് നമുക്കൊരു ഒരു ആരോഗ്യ സംവിധാനം, നമ്മൾ വളർച്ച പ്രാപിച്ച ഒരു ആരോഗ്യ സംവിധാനം, പൊതു ആരോഗ്യ സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം നിരവധി കാര്യങ്ങൾ നമ്മൾ മാതൃകാപരമായ സമീപനം സ്വീകരിച്ചാണ്. നിപ്പ ആദ്യം ലോകത്ത് ഇങ്ങനെ അപൂർവമായിട്ടൊരു രോഗം കേരളത്തിൽ സ്ഥിരീകരിക്കുമ്പോൾ എങ്ങനെയാണ് നാം നേരിടുക എന്ന തരത്തിൽ ആശങ്കയുണ്ടായിരുന്നു. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചറാണിത് ശക്തമായി, പ്രത്യേകിച്ച് ഇതിനനുസരിച്ച് പ്രത്യേകം സുശക്തമായ ഒരു ടീം രൂപപ്പെടുത്തിയെടുക്കുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ അതിജീവിച്ചു, രണ്ടാമത് സ്ഥിരീകരിച്ചപ്പോഴും മൂന്നാമത് സ്ഥിരീകരിച്ചപ്പോഴും ഒക്കെ തന്നെ നമ്മൾ അതിജീവിക്കുന്ന മാർഗ്ഗങ്ങളിലേക്ക് എത്തി. അങ്ങനെ നമുക്ക് സംഘടിതമായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. കോവിഡ് കാലത്തും അത് അങ്ങനെയാണ്. അന്ന് അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ ലാക്കോടുകൂടി എതിരഭിപ്രായങ്ങൾ പറയുകയും ഒട്ടും സയൻറ്റിഫിക് അല്ലാത്ത, ശാസ്ത്രീയമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച ഒരാളാണ് കെ മുരളീധരൻ. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളാണ് ശരത്ത് സൂചിപ്പിച്ചത്. ഈ നിപ്പ
നിപ്പയെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട്. ഇത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സമയമാണോ എന്ന കാര്യം വേറെ കാര്യമാണ്. അത് നിപ്പ കെ കരുണാകരൻ്റെ കാലത്തും AK ആൻ്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും വന്നില്ല, എന്തുകൊണ്ട് പിണറായിയുടെ കാലത്ത് വന്നു? അന്നൊക്കെ വവ്വാലുകൾ ഇല്ലായിരുന്നു എന്ന ചോദ്യമൊക്കെയാണ് അദ്ദേഹം ഒട്ടും ശാസ്ത്രീയമല്ലാത്ത ചോദ്യമാണ് കെ മുരളീധരൻ ചോദിച്ചത്. അദ്ദേഹം തന്നെ നിർഭൻ അത് അദ്ദേഹത്തെ ട്രോളാൻ വേണ്ടിയല്ല, അദ്ദേഹത്തിനും ചില തിരിച്ചറിവുകൾ ഉണ്ടാകണം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ആ കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന നിലയ്ക്ക് പറഞ്ഞതാവും. ഇപ്പോൾ KPC പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ന് നിപ്പയും കോവിഡിനെയും ഒക്കെ അതിശക്തമായി പ്രതിരോധിച്ച ആരോഗ്യവകുപ്പിനെ അന്ന് നയിച്ച ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ ആക്ഷേപിച്ചതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റാൻ അതാണ് ചെയ്യേണ്ടതെന്ന് തോന്നിയാൽ ആളുകളെന്നതൊക്കെ ശക്തമായി തള്ളിക്കളഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ദിനംപ്രതി ആ കാലത്ത് ഇടപെട്ട് വാർത്താ സമ്മേളനമൊക്കെ നടത്തിയ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയൊക്കെ അന്ന് കോൺഗ്രസ് നേതാക്കൾ ഏത് നിലയിലാണ് സമീപിച്ചതെന്നൊക്കെ നമുക്കറിയാം. ഇത് യഥാർത്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഇതൊന്നുമല്ല ഭരിക്കുമ്പോൾ ഉള്ളിലുണ്ടാകേണ്ട ബോധ്യം, ചിന്ത, ആ ഉത്തരവാദിത്വം വേറെയാണ് എന്ന് അവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി ഈ കാര്യങ്ങൾ അത് ഏതെങ്കിലും ആളുകളെ പരിഹസിക്കാനോ ട്രോളാനോ വേണ്ടിയല്ല, പക്ഷേ പറഞ്ഞിട്ടതൊക്കെ ഉണ്ട് ഈ നാട്ടിൽ എന്നുള്ളതറിയണം. നിർഭൻ ഏതായാലും ഓർമ്മിച്ചത് നന്നായി. ആരോഗ്യമന്ത്രി അല്ലാതിരുന്ന കാലത്ത്, കോൺഗ്രസ് നേതാവായിരുന്ന കാലത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഇതൊക്കെ ആ ചിന്താഗതിയൊക്കെ മാറ്റിവെച്ചിട്ട് വേണം ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഈ നാടിനെ രക്ഷിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങേണ്ടത്. അദ്ദേഹത്തിനൊപ്പം നമ്മളെല്ലാം ഉണ്ട്. പക്ഷേ മുമ്പ് പറഞ്ഞതിനൊന്നും കേരളം കൂടെ ഇല്ല എന്നുകൂടി അദ്ദേഹം ഓർക്കണം. നിർഭൻ പറഞ്ഞ ആ വീഡിയോ ഒന്ന് ചെറുഭാഗം നമുക്കൊന്ന് കണ്ടുവരാം. അതാണ് പണ്ട് കാലത്ത് ചൊല്ലുണ്ട്, എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഓണാഘോഷിച്ചിട്ട് കാലം മറന്നു. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ലേ? ഇപ്പോഴെന്താ ഇത് രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ്. നിർഭൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇന്നും നാളെയും ഇനി അങ്ങോട്ടും ഇങ്ങനെയൊന്നും പറഞ്ഞു കളയരുതേ ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധര എന്നാണ് പറയാൻ തോന്നുന്നത് ഇത് കേട്ടപ്പോൾ. ശരത്ത്, ആരോപണം ഉന്നയിക്കുമ്പോഴേ അല്ല ആരോപണം നേരിടുമ്പോൾ, അതൊക്കെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. വസ്തുതാപരമായി മാത്രം ദീർഘകാലത്തേക്ക് വേണ്ടി നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുന്ന നിലപാടുകളാണ് നേതാക്കൾ സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം തന്നെ കെ മുരളീധരനോട് നമ്മൾ സമാനമായ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ് പുഴുവരിച്ച സംഭവത്തിൽ വലിയ തരത്തിൽ സ്വകാര്യ മേഖലയിലാണെങ്കിൽ അവരെ വലിയ തരത്തിൽ വളർത്തുന്നതിന് വേണ്ടി ആരോഗ്യ മേഖലയെ ഈ ആരോഗ്യ മേഖലയെ, സർക്കാർ ആരോഗ്യ മേഖല പൂർണ്ണമായി വലിയ തരത്തിൽ വിമർശിക്കുന്ന സമീപനം പ്രചരണം കഴിഞ്ഞ 10 വർഷം ഉണ്ടായല്ലോ, അങ്ങടക്കം ഈ നിലപാട് സ്വീകരിച്ചിരുന്നല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് നേരിട്ട് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു കാര്യം സമ്മതിച്ചു, ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്നത് സർക്കാർ ആശുപത്രികളും സർക്കാർ ആരോഗ്യ മേഖലയുമാണ് എന്ന കാര്യം കെ മുരളീധരന് ഒരു മാസം തികയുന്നതിന് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹം തുറന്ന് സമ്മതിക്കും. കാരണം ഈ ഒരു വലിയ തരത്തിൽ രാവേറെ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് കോവിഡിനെ അതിജീവിച്ച ജാഗ്രത കേരളം കണ്ടതാണ്. അന്ന് മാറി നിന്ന് ഈ സമ്പർക്ക പട്ടികയിൽ ആളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുമ്പോഴൊക്കെ വിമർശിക്കുകയും അതിർത്തി കടന്ന് ആൾക്കാർ സഞ്ചരിക്കുമ്പോൾ അതിർത്തിയിൽ സമരം നടത്തുകയൊക്കെ ചെയ്ത പലതരത്തിലുള്ള ഈ പറഞ്ഞ പ്രതിരോധ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ഒരു സർക്കാർ, ഒരു പ്രതിപക്ഷം കേരളത്തിലുണ്ടായിരുന്നു. സർക്കാർ ആ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിനെ അത്തരം ഘട്ടങ്ങളിലെല്ലാം രാഷ്ട്രീയമായി വിമർശിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളാണ് ആദരണീയനായ കെ മുരളീധരൻ. അദ്ദേഹം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയായി വരുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു മാസം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ആശങ്ക വർദ്ധിപ്പിക്കാനല്ല, ജാഗ്രത മതി. പക്ഷേ കേരളത്തിൽ പനി അതിവേഗം പടരുകയാണ്. 1,25,000 പേർക്കാണ് സംസ്ഥാനത്ത് ആകെ പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 600 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2,000 പേരുടെ സ്ഥിതി ഈ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഡെങ്കിപ്പനിയായിട്ട് രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഷിഗല്ല രോഗം ഒരു ഭാഗത്ത് പടർന്നു പിടിക്കുന്നുണ്ട്. ഒപ്പമാണ് നിപ്പ കൂടി വന്നത്. അതുകൊണ്ട് കേരളം രാഷ്ട്രീയത്തിനതീതമായി സർക്കാരും ജനങ്ങളും ആരോഗ്യവകുപ്പും ജീവനക്കാരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടത്, ഒന്നിച്ചു നിന്ന് പോരാടേണ്ട സമയമാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം അമ്പേ പാളിയിട്ടുണ്ട്. അതിൽ പറയുന്ന അന്യായങ്ങളൊക്കെ പറയുന്നതിന് ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ വലിയ തരത്തിൽ ശുചീകരണം നടന്നില്ല. അത് നഗരസഭ സർക്കാരിനെ പഠിക്കുന്നു, സർക്കാർ നഗരസഭയെ പഠിക്കുന്നു. ആരാണ് ഉത്തരവാദിത്വമാണെങ്കിൽ തന്നെ ജനങ്ങൾ ആശങ്കയിലാണ്. അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. ഒപ്പം തന്നെ കെ മുരളീധരൻ പഴയ അശാസ്ത്രീയമായ നിലപാടുകൾ മാറ്റി ഇനിയെങ്കിലും ശാസ്ത്രീയമായ നിലപാടിന് ഡോക്ടർമാർക്കും ഒപ്പം തന്നെ ആരോഗ്യ വിദഗ്ധർക്കും ഒപ്പം നിന്ന് പ്രവർത്തിച്ച് നിപ്പയെയും ഷിഗല്ലയെയും ഡെങ്കിപ്പനിയൊക്കെ പ്രതിരോധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരത്.
റൈറ്റ്, അതാണ് കേരളം ആഗ്രഹിക്കുന്നത്. ആരോഗ്യമന്ത്രി സ്വയം മരുന്ന് കുറിക്കരുത്, സ്വയം രോഗനിർണയം നടത്തരുത്. നമ്മുടെ നാട്ടിൽ സുസജ്ജമായ ആരോഗ്യ സംവിധാനമുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഈ പറഞ്ഞവരെല്ലാം അതിൻ്റെ ഭാഗമാണ്. അവരെന്താണോ പറയുന്നത്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താണോ ചെയ്തു കൊടുക്കേണ്ടത്, അതിനെയൊക്കെ ഏകോപിപ്പിക്കുക, വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുക. ആ നിലയിലുള്ള ഉത്തരവാദിത്വമുള്ള ഒരു പ്രവൃത്തിയാണ്, ഒരു കാലമാണ് ആരോഗ്യമന്ത്രിയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ അദ്ദേഹം കോൺഗ്രസ് നേതാവായി മുമ്പിലിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യടി കിട്ടാൻ വേണ്ടി ആരോഗ്യ വകുപ്പിനെ ചവിട്ടി മെതിച്ച് ആരോഗ്യമന്ത്രിമാരെയൊക്കെ ആക്ഷേപിച്ച് നടന്നു പോയ ഒരു കാലമുണ്ട്. ആ കാലത്തെ കെ മുരളീധരനെ അല്ല കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്നതുകൂടി ഈ സുപ്രഭാതത്തിൽ പറയേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ എത്രമാത്രം ഹീനമായ കടന്നാക്രമണമായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം ആകെ മോശമാണ് എന്ന നിലയിലേക്ക് ഏറ്റവും ശക്തമായി മുന്നോട്ട് വന്ന പൊതുജനാരോഗ്യ രംഗത്തെയും നമ്മുടെ ആശുപത്രികളെയും ഒക്കെ ആക്ഷേപിച്ച് നോക്കൂ. അവർ പറയുമ്പോൾ അവർ വിചാരിക്കുന്ന അവരൊരു ആരോഗ്യമന്ത്രിയാണ് ആക്ഷേപിക്കുക. പക്ഷേ ആരോഗ്യ സംവിധാനത്തെ, നമ്മുടെ ഡോക്ടർമാരെ, ആരോഗ്യ പ്രവർത്തകരെ, നഴ്സുമാരെ, ആശാവർക്കർമാരെ, എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ചേർന്ന് നമ്മുടെ ആരോഗ്യ രംഗത്തെയാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്. ഇത് കണ്ട് ചിരിക്കുന്നത് അപ്പുറത്ത് സ്വകാര്യ ആശുപത്രികളും അവരുടെ വലിയ കോർപ്പറേറ്റ് മൂലധനത്തോടുകൂടി തടിച്ചു കൊഴുക്കുന്നവരുമാണ് എന്നതുകൂടി ഇനിയെങ്കിലും ഒരുപക്ഷെ മന്ത്രിക്കും മനസ്സിലാകുമായിരിക്കും. അപ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ കാത്തുരക്ഷിച്ച് മുന്നോട്ട് പോവുക. പഴയ കാലത്തെ പോലെയല്ല, കേരളം ശക്തമായി ഒപ്പമുണ്ടാകും. കേരളം നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ആരോഗ്യരംഗം അങ്ങനെ വെന്റിലേറ്ററിലൊന്നുമല്ല. പക്ഷേ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, വെന്റിലേറ്ററിലാണെന്ന് നിങ്ങൾ പറഞ്ഞ ആരോഗ്യരംഗത്തെ നിങ്ങൾ കൊണ്ട് ശ്മശാനത്തിലാക്കരുത് എന്ന ഒരു അപേക്ഷ മാത്രമാണ് കേരളത്തിനുള്ളത്. അതൊക്കെ ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഏറ്റവും സജീവമായ ശക്തമായ ഒരു പ്രവർത്തന സമയം കാഴ്ചവെക്കാൻ ആരോഗ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും കഴിയേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പറയേണ്ടത്. പറഞ്ഞും ഓർമ്മിപ്പിച്ചും പോകേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. നിപ്പയെ നമ്മൾ അതിജീവിക്കും, അതിനുള്ള കൃത്യമായ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ആരോഗ്യരംഗം അത് കാത്തുരക്ഷിക്കും, ആ നിലയിൽ മുന്നോട്ട് പോകും. അതിനൊപ്പം നിൽക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം എന്നതുകൂടിയാണ് ആവർത്തിച്ച് ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ളത്.